ഈ ജീവിതത്തിൽ ലോകം എന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലോകം മുഴുവൻ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് എന്നെ സസൂക്ഷ്മം ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എന്നെ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എന്നെ വിധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അതിൻ്റെ പരിഹാരവും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ പ്രതിഭാസത്തിനെ നമ്മൾ സൈക്കോളജിയിൽ സാധാരണയായിട്ട് വിളിക്കുന്നത് സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്നാണ്. ഒരു സ്റ്റേജിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ, സ്റ്റേജിൽ അല്ലെങ്കിൽ വേദിയിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും, നമ്മൾ ആ സ്റ്റേജിലെ ലൈറ്റ് മുഴുവൻ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് അടിക്കും. എന്നിട്ട് നമ്മളങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ സ്റ്റേജിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ടാവും, എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കും. ഈ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മുടെ മനഃശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സംസാരത്തിനിടയിൽ പറ്റിപ്പോയിരിക്കുന്ന ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു വാക്കിൽ വന്ന ഒരു പിശക്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുകയാണ്, ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ ആ പാട്ടിൻ്റെ വരികളിൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഡ്രസ്സ് ഇട്ടു, അപ്പോൾ ലോകം മുഴുവൻ എന്നെ തന്നെ നോക്കുന്നു എന്നൊരു ഫീലിംഗ്. ഇനി അതും അല്ലെങ്കിൽ ഒരു പഴയ ഡ്രസ്സ് ഇട്ടു, അപ്പോഴും ലോകം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഫീലിംഗ്. ഇങ്ങനെ പാട്ട് പാടുമ്പോൾ പറ്റിയ തെറ്റും സംസാരിക്കുമ്പോൾ പറ്റിയ തെറ്റും ലോകം മുഴുവൻ അത് തന്നെ നോക്കി എന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ചെറുതായിട്ടുള്ള എന്നാൽ വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചിന്തയുടെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് വരുന്നത്? 100% സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ മനഃശാസ്ത്ര പ്രക്രിയയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ്. എങ്ങനെയാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഉണ്ടായിരിക്കുന്നത്? ഞാൻ എല്ലാവരേക്കാളും താഴെയാണ് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫീരിയോറിറ്റി ഉണ്ടാവുന്നത് നമ്മൾ ഒരു 10-12 വയസ്സ് വരെ അനുഭവിച്ചിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നുമാണ്. അവിടെ നമ്മൾ കേട്ട 1000 കുറ്റപ്പെടുത്തലുകൾ, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ ജീവിച്ചു വളർന്ന നമ്മുടെ മതപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ആശയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പഴയകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു നമ്മളുണ്ട്. ആ നമ്മൾക്ക് നമ്മൾ തന്നെ വില കൊടുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം പോകുന്നത്. സ്വയം നമ്മൾ ബഹുമാനിക്കാതിരിക്കുക. ഇതാണ് പിന്നീട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്. ഇത് മനഃശാസ്ത്രമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, ഫിസിക്കലി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. എൻ്റെ പല്ലിങ്ങനെ പൊന്തിയിരിക്കുകയാണ്, എൻ്റെ മുഖം കറുത്തതാണ്, എൻ്റെ മുടി ചുരുണ്ടു പോയിട്ടുള്ളതാണ്, ഞാൻ ഹൈറ്റ് ഇല്ല, എനിക്ക് വയറ് ചാടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശാരീരിക ബോധങ്ങളും പലപ്പോഴും ഈ പറയുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളിലേക്ക് മാറും. ഇവിടെ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സൈക്കോളജിയും വർക്കൗട്ട് ആവുന്നു. അത് പിന്നീട് ഈ പറഞ്ഞ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഈ മാറിക്കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് ഈ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ മനഃശാസ്ത്ര പ്രതിഭാസത്തിൽ കൂടി കടന്നു പോകുന്നത്. ഇതിനെ മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതിനെ എന്നല്ല, ലോകത്തുള്ള ഏത് സൈക്കോളജിക്കൽ പ്രശ്നത്തിനെയും മാറ്റുവാൻ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ പഠനങ്ങളിൽ കാണിക്കുന്നത് വൈജ്ഞാനിക തലത്തിൽ, അതായത് ബുദ്ധിയുടെ തലത്തിൽ മാറ്റം വരുത്തുക മാത്രമേ മാർഗമുള്ളൂ. ഈ മാർഗമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതമാകുന്ന സിനിമയ്ക്കകത്തെ ഹീറോ ആണ് നമുക്ക്, ഇല്ലേ? നമ്മളെപ്പോഴും നമ്മളെ ഒരു സെൻറ്റർ ക്യാരക്ടറായിട്ട് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ലോകത്തെ കാണുക. അപ്പം നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഹീറോ ആണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ആയിരിക്കില്ലേ? അവരുടെ ജീവിതത്തിലെ ഹീറോ ആരായിരിക്കും? അവരുടെ ജീവിതമാകുന്ന സിനിമയ്ക്കകത്തെ ഹീറോ അവരായിരിക്കും. അവരെപ്പോഴും അവരെ സെന്റർ പോയിന്റ് ആക്കിയിട്ട് നോക്കിയിട്ട് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ഈ ലോകത്തെ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതമാകുന്ന സിനിമയ്ക്കകത്തെ ഒരു സൈഡ് ക്യാരക്ടർ മാത്രമാണ് നിങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു തെറ്റും ഒരു ലോകവും ഒരു 2 മിനിറ്റിൽ കൂടുതൽ നോക്കി നിൽക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ തെറ്റ് ഇന്ന് തൊട്ട് അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ തെറ്റിനെ വെച്ചുകൊണ്ടാണ് അവർ എന്നെ വിലയിരുത്തുന്നത് എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പക്ഷെ അവരുടെ ജീവിതമാകുന്ന സിനിമയ്ക്കകത്തെ ഒരു സൈഡ് ക്യാരക്ടർ മാത്രമായിട്ടുള്ള നിങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ബോധമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ, അവർ ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റിലാണ്. എത്ര തെറ്റുകൾ സംഭവിച്ചു, എൻ്റെ ശരീരത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റിലാണ് ലോകം കഴിയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് സംഭവിക്കുന്ന തെറ്റുകളോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വസ്ത്രധാരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല. ഈ തത്വത്തിനെ, ഈ ജ്ഞാനത്തിന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ
ഇന്ന് തൊട്ട് നമ്മുടെ തെറ്റുകളൊന്നും തന്നെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇങ്ങനെ നമ്മുടെ തെറ്റുകളെ വലിയ പ്രശ്നമാക്കിയിട്ട് അത് മാനസിക തലത്തിൽ കടന്ന്, അത് ബോധ മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്ന്, അത് സോഷ്യൽ ഫോബിയ പോലെയും സോഷ്യൽ ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് മാറിയിട്ട് എത്രയോ ആളുകൾ കൗൺസിലിങ്ങിന് വിധേയമാകുന്നുണ്ട്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോഴത്തേന് ഇതൊരു സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണെന്നും ഇതെന്റെ ഇൻഫീരിയോറിറ്റി കൊണ്ടുണ്ടാവുന്നതാണെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു സൈഡ് ക്യാരക്ടർ മാത്രമാണ്, മറ്റുള്ളവർ എന്നെയല്ല നോക്കുന്നത് എന്ന ബോധം ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളും മാറാൻ ശ്രമിക്കുക. നമസ്തേ.